ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ അമേരിക്കയ്ക്ക് ഏതാണ്ട് 250 വർഷം ആയി സ്വാതന്ത്ര്യം കിട്ടിയിട്ടായ ഈ സമയത്ത്, സെയിന്റ് തോമസ് ഡേ ആയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ നമ്മെ തമ്പുരാൻ അനുഗ്രഹിച്ചുവല്ലോ. നന്ദി പറയുവാനും പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുമായിട്ട് ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യും. പ്രാർത്ഥിക്കാം. ബാറക്കമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഒരു ദിവസം കൂടി അവിടുത്തെ സന്നിധിയിൽ വന്നു ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെയും യാചനകളെയും അപേക്ഷകളെയും അവിടുന്ന് കൈക്കൊള്ളണമേ. നീ നൽകുന്ന കൃപകളെ നന്ദിയോടെ ഓർക്കുന്നു. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തിയ സന്തോഷകരമായ അനുഭവങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും കഴിയുന്നവരെ ഓർക്കുന്നു. പട്ടിണിയിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർക്കുന്നു. ഇല്ലായ്മകളിൽ വലയുന്നവരെ ഓർക്കുന്നു. അവരുടെ എല്ലാം സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തണമേ. അവർക്ക് നീ ആശ്വാസദായകനായിരിക്കണമേ. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവരെ അവിടുന്ന് അദൃശ്യമായി വലതുകരം നീട്ടി തൊട്ട സൗഖ്യമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകുന്ന സന്തോഷത്തെയും സമാധാനത്തെയും പകർന്ന് മറ്റുള്ളവർക്ക് നൽകുവാനും അത് എല്ലാ ഇടങ്ങളിലും ശോഭിപ്പാനും തക്കവണ്ണം ഇടയാകണമേ. പ്രാർത്ഥിപ്പാൻ കൂടി വന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. സഹോദരങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. ജോലിക്കായി അന്വേഷിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും തിരുസന്നിധിയിൽ തരുന്നു. എല്ലാവർക്കും ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ദൈവവുമേ എന്ന് സാക്ഷിച്ച ആ ശ്ലീഹായോട് ഒരുമിച്ച് ഞങ്ങളും നിന്നെ തൊടുവാനും നിന്നിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും ആത്മശരീര മനസ്സുകളുടെ സമാധാനവും സന്തോഷവും പ്രാപിക്കുവാനും തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. ഈ ദിവസം എല്ലാ ദിവസവും പോലെ അനുഗ്രഹിക്കപ്പെട്ടതും കൃപയുമായി തീരണമേ. തുടർന്നുള്ള ദിവസങ്ങളിലേക്കുള്ള വഴിയാഹാരമായി ഇന്നത്തെ വചനവും ഇന്നത്തെ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ഉതകുമാറാകണമേ. സഭയെയും ഭദ്രാസനത്തെയും മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷികരെയും എല്ലാം അനുഗ്രഹിക്കണമേ. സകല നന്മയിലും എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമ്യ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെവരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. നിങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഇന്ന് പ്രത്യേകമായി മെസ്സേജ് തരാനിരിക്കുന്നതായ ജോസഫ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം പറയുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൊരിന്ത്യർ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിച്ചു വരികയായിരുന്നുവല്ലോ. ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിനെ തുടർച്ചയായി നാം പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി നിരന്തരമായി യാചിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് അറ്റ്ലാന്റ റീജിയനാണ്, സെന്റ് ഗ്രിഗോറിയസ് ചർച്ചാണ്. അവരെയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട പ്രീത സജീവ്, പ്രിയപ്പെട്ട പ്രിയ ബിജുവിനെ കുടുംബമായി ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട മോളി വൈദ്യൻ കൊച്ചമ്മ, ബഹുമാനപ്പെട്ട കൊച്ചമ്മ പാട്ട് പാടും. കേൾക്കാമോ? കൊച്ചമ്മ കേൾക്കാം.
പാർക്കും നാഥനോടു കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. പാർക്കും നാഥനോടു കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. യഹോവയാൽ അനുഗ്രഹീതമാകും യാഹൂദൻ കുടുംബമായിടും. യഹോവയാൽ അനുഗ്രഹീതമാകും യാഹൂദൻ കുടുംബമായിടും. അഗാധ സ്നേഹത്തെ സ്വർഗീയ സ്നേഹത്തെ ആഴമായി രുചിച്ചറിഞ്ഞിടും. അഗാധ സ്നേഹത്തെ സ്വർഗീയ സ്നേഹത്തെ ആഴമായി രുചിച്ചറിഞ്ഞിടും. പാർക്കും നാഥനോടു കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. നിത്യവും നിന്നാമം പാടി വാഴ്ത്തും നിത്യമാകും രാജ്യം പോകുവാൻ. നിത്യസ്നേഹത്തെ മറന്നിടാതെന്നും ക്രൂശിതന്റെ സാക്ഷിയായിടും. നിത്യസ്നേഹത്തെ മറന്നിടാതെന്നും ക്രൂശിതന്റെ സാക്ഷിയായിടും. പാർക്കും നാഥനോടു കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. കാൽവരിയിൽ സ്നേഹമോർത്തിടുമ്പോൾ നാഥൻ ഭാവം എന്നിലേറിടുന്നു. നന്ദിയോടെന്നും ജീവിച്ചിടുവാൻ കുടുംബമായി വരുന്നിതാ ഞങ്ങൾ. നന്ദിയോടെന്നും ജീവിച്ചിടുവാൻ കുടുംബമായി വരുന്നിതാ ഞങ്ങൾ. പാർക്കും നാഥനോടു കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചമ്മയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തസന്ധിയിലേക്ക് കടന്നുപോയ അച്ഛനും കൊച്ചമ്മയുടെ കൂടെയുള്ള മക്കളെയും കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വേദവസ്ഥ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. പൗലോസ് അപ്പോസ്തലൻ, പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 1 to 15. പ്രിയപ്പെട്ട ഷൈനി ബാബുവാണ് വായിക്കുന്നത്. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഷൈനി വായിക്കണമേ. Unity in the body. Therefore, I, a prisoner for serving the Lord, beg you to lead a life worthy of your calling, for you have been called by God. Always be humble and gentle. Be patient with each other, making allowance for each other's fault because of your love. Make every effort to keep yourself united in the Spirit, binding yourself together with peace. For there is one body and one Spirit, just as you have been called to one glorious hope for the future. There is one Lord, one faith, one baptism, one God and Father of all,
who is over all, in all, and living through all. However, He has given each one of us a special gift through the generosity of Christ. That is why the scriptures say, when He ascended to the heights, He led a crowd of captives and gave gift to His people. Notice that it says He ascended. This clearly means that Christ also descended to our lowly world. And the same one who descended is the one who ascended higher than all the heavens, so that he might fill the entire universe with himself. Now, these are the gift Christ gave to the church: the apostle, the prophets, the evangelist, and the pastors and teachers. Their responsibility is to equip God's people to do his work and build up the church, the body of Christ. This will continue until we all come to such unity in our faith and knowledge of God's Son that we will be mature in the Lord, measuring up to the full and complete standard of Christ. Then we will no longer be immature like children. We won't be tossed and blown about by every wind of new teaching. We will not be influenced when people try to trick us with lies too clever they sound like the truth. Instead, we will speak the truth in love, growing in every way more like Christ, who is the head of his body, the church. Barakumur. God bless Shiny Babu and her family. Prayers with her. അടുത്തതായിട്ട് കാമ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയുമായിട്ട് ബഹുമാനപ്പെട്ട ആസ്പർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കും. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനുമായും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. എന്റെ സർവ്വത്തിന്റെയും ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ, നിന്റെ ഏകപുത്രന്റെ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചെതിരായി സ്ലീവായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്നതായ വിശുദ്ധ ജീവിതവും സുഹൃത നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ സമയത്തും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിയ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചതായ ഈ നിമിഷങ്ങൾ എത്ര അനുഗ്രഹമുള്ളതാകുന്നു. നമുക്ക് ഗൗരവത്തോടും
ലോകമെമ്പാടുമുള്ള മക്കൾക്കും അനുഗ്രഹപ്രദമാകണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ലിസി ഫിലിപ്പ് പാടുന്ന ലിസി കേക്കാവോ? കേൾക്കാം. ആ, ദൈവമാതാവായ മറിയാമിന്റെ വിശുദ്ധിയെയും താഴാഴ്മയെയും പ്രകീർത്തിക്കുന്ന ഗാനമാണ് ഞാൻ പാടുന്നത്. ഈ പാട്ട് മാതാവിന്റെ നോയമ്പ് കാലങ്ങളിലും മാതാവിനെ സഭ ഓർക്കുന്ന ബുധനാഴ്ച ദിവസങ്ങളിലെ കുർബാനകളിലും നമസ്കാരങ്ങളിലും ഉപയോഗിക്കുന്നതാണ്. ഭൂസ്വർഗം പേറുന്നോനേ, മറിയാമുദരെ കൈക്കൊണ്ട് കാലത്തികവിൽ ബേദലഹേം ഓഫ്രത്തായിൽ വെളിവാക്കി സർവേശ്വരനുടെ പേറ്റമ്മേ കരുണ കടലെ പരിശുദ്ധേ താഴാഴ്മയുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ. കൈവെടിയല്ലേ നിന്നേകസുതൻ സന്നിധിയിൽ അർപ്പിക്കണമീ അടിയാരെ. കൃപയും വാഴ്വും നൽകണമേ. ആദത്തിൻ പാപം പോക്കി തേതനിലവനെ ഏറ്റിടാൻ താതാത്മജവചനം നരനാ തീരാൻ റൂഹ തിരഞ്ഞെടുത്ത നിർമ്മല കന്യകയെ സ്വസ്തി. രണ്ടാം ഹൗവായേ സ്വസ്തി. കൃപനീതിയാമമ്മേ സ്വസ്തി. തൃക്കൺ പാർക്കേണമീ അടിയാരെ. തവ സന്നിധിയിൽ കണ്ണീരോ പ്രാർത്ഥന ചെയ്യും മക്കളെ നീ കൈവെടിയല്ലേ മാതാവേ. ദൈവിക സൂര്യനുദിച്ചെന്നാ ദിവ്യാംബരനെ തേ സ്വസ്തി. ജീവമരത്തെ മുളപ്പിച്ച തിരുവയലാമമ്മേ സ്വസ്തി. കുഞ്ഞാടുണ്ടായൊരു മരവും നീരൂറവയൊഴുക്കിയ തീപ്പാറ നാണയമരുളിയ മത്സ്യമതും മാതാവേ നിന്നെ വെളിവാക്കി. സകല ചരാചര സൃഷ്ടാവിനെ കൈകളിലാഘോഷിച്ചവളെ അമ്മേ കൃപ ചെയ്തിടേണമേ. പ്രിയപ്പെട്ട ലിസ് ഫിലിപ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട സോങ്ങിനെ അനുഗ്രഹിക്കണേ. ലിസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നുവല്ലോ. പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വചനം അനുഗ്രഹിക്കപ്പെട്ടതും വചനം സൗഖ്യമാക്കുന്നതും ശുദ്ധീകരിക്കുന്നതുമാകുന്നുവല്ലോ. ഇത്രയും പേര് ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നാവിനോടുകൂടി ആത്മാവുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ബഹുമാനപ്പെട്ട എബി അച്ഛൻ ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. എല്ലാവരും ഇന്ന് അന്വേഷിച്ച് നടക്കുക, എവിടെ സമാധാനം കിട്ടും. നമുക്ക് സമാധാനം ഇല്ലാതെ പോകുമ്പോൾ നമ്മളെല്ലാവരും അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടക്കുക, എവിടെയാ കിട്ടുന്നത്. ഒരിക്കല് ഒരു നാട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു. ആള് വലിയ താർക്കികനാണ്, എന്ന് പറഞ്ഞാൽ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളാണ്. എല്ലാവരെയും തർക്കിച്ച് തോൽപ്പിക്കും, എല്ലാവരോടും ശക്തമായി വാദിക്കും, തർക്കിക്കും, എന്നിട്ട് അതിൽ ജയിക്കും, ബാക്കിയുള്ളവരെല്ലാം തോറ്റുപോകും. അങ്ങനെയായിരുന്നു സ്ഥിരമായ ഒരു പരിപാടി. ഒരു ദിവസം ഒരു ശാന്തനായ സന്യാസി ആ ഗ്രാമത്തിൽ വന്നപ്പോ ഈ മനുഷ്യൻ ആ സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് സന്യാസിയെ അധിക്ഷേപിക്കാനും ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് സന്യാസിയെ നിരുത്സാഹപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു. അയാളുടെ ജീവിത രീതികളെ കുറിച്ചും അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ടും ഈ സന്യാസി ഒന്നും തിരിച്ചു പറയുന്നില്ല. വീണ്ടും അയാൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, സന്യാസി മിണ്ടുന്നില്ല. കുറെ ഏറെ നേരത്തിന് ശേഷം സന്യാസി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോ ഈ മനുഷ്യൻ തന്റെ പരിപാടി അവസാനിപ്പിച്ചു തിരിച്ചുപോയി കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിച്ചു, ഇത്രയൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടും സന്യാസി ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ലല്ലോ, എന്താ കാര്യം? എങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുന്നു? എങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുന്നു? ഈ അധിക്ഷേപങ്ങൾ മുഴുവൻ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതെങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? സന്യാസി പറഞ്ഞു, ഒരാൾ നിങ്ങൾക്കൊരു സമ്മാനം തന്നു, നിങ്ങൾ ആ സമ്മാനം വാങ്ങിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ സമ്മാനം ആരുടേതാ? അത് കൊണ്ടുവന്ന് തരുന്ന ആളിൻ്റെതാ. അതുകൊണ്ട് അയാൾ കൊണ്ടുവന്ന സമ്മാനം ഞാൻ സ്വീകരിച്ചില്ല, അയാൾ തിരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മളെ മനഃപൂർവ്വം അധിക്ഷേപിക്കുകയും കുറച്ചു കാണിക്കുകയും മോശമായി സംസാരിക്കുകയും ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം അതാ കൊണ്ടുവന്ന ആളിലേക്ക് തന്നെ അങ്ങ് പോയിന്ന. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, നമുക്കതിനെ ന്യായീകരിച്ച് ജയിക്കാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. അങ്ങനെയാ കൂടുതലും പ്രശ്നങ്ങളും സമാധാനം നഷ്ടപ്പെടുന്നത്. നമ്മൾ ഇതിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാൻ പോയുള്ള പ്രശ്നം എന്താണെന്നറിയാം, നമ്മുടെ സമാധാനവും പോകും, നമ്മുടെ ഊർജവും നഷ്ടപ്പെടും. ഇത് രണ്ടും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, വാക്കുകൾ വെള്ളിയും മൗനം പൊന്നുമാണ് എന്ന് പറയുന്നത്. വാക്കുകൾ വെള്ളിയാണ്, മൗനം പൊന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അധികം ഒന്നും പ്രതികരിക്കാതിരിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് ശക്തിയില്ലെന്നല്ല, നമുക്ക് ബലമില്ലെന്നോ നമ്മൾ തകർന്നു പോയെന്നോ അല്ല അതിന്റെ അർത്ഥം, നമ്മുടെ ബലഹീനതയുമല്ല. പക്ഷെ അതിനപ്പുറത്ത് നമുക്കുള്ള ശക്തി തെളിയിക്കുന്നതാണ് ആ നിശബ്ദത എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സമാധാനം വേണമെങ്കിൽ പലപ്പോഴും നിശബ്ദത പാലിക്കേണ്ടത് ആവശ്യമാണ്. ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് വെക്കേണ്ടത് ആവശ്യമാണ്. ചിലതിനോട് പ്രതികരിക്കാതിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാത്തിനോടും പ്രതികരിക്കാനും എല്ലാറ്റിനും മറുപടി പറയാൻ നമ്മളിങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകളുണ്ട് ഒരു കാര്യം, ചില ആളുകൾ പറയത്തില്ലേ, ചത്താലും മറക്കത്തില്ല, ചിലർ പറയും മറന്നാലും പൊറുക്കത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും ഒരു നിമിഷത്തേക്കുള്ളതാ, ശാശ്വതമായി നിൽക്കുന്നതല്ല. അതുകൊണ്ട് സമാധാനം ആവശ്യമുണ്ടെങ്കിൽ പലതിനോടും പ്രതികരിക്കാതിരിക്കണം, പലതിനെ അതിൻ്റെ വഴിക്ക് വിടണം. അത് കൊണ്ടുവരുന്ന ആളുകളിലേക്ക് തന്നെ തിരിച്ചു പോവുകയും വേണം. അങ്ങനെ സമാധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഹാം ജോസഫ് അച്ഛനാണ്. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ബെൽവുഡ് സെന്റ് ഗ്രിഗോറിയോസ് കാത്തീഡ്രൽ ഇടവകയുടെ ചുമതല ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛൻ വഹിക്കുന്നു. നമ്മുടെ MMVSന്റെ പ്രാദേശികമായ ചുമതലയൊക്കെ വഹിച്ച് നമ്മളെ ഒരുപാട് കാലം ഷിക്കാഗോ റീജിയനിലേക്ക് നയിച്ച പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛന്റെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയും അച്ഛന്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കുകയും അത് അനേകർക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനിലൂടെ നാം കേൾക്കുന്ന വചനങ്ങൾ
അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. അതെല്ലാം 30, 60, 100 മേനിയായി ഫലം കായ്ക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ സന്ദേശം നൽകുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏറ്റവും നന്ദി അഭിയച്ച. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ത്രികദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ നന്ദി അഭിയച്ചന് എല്ലാ വൈദികർക്കും, എല്ലാ പ്രിയപ്പെട്ട സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊന്നിച്ച് ദൈവാത്മാവിൽ ഒന്നു ചേരുവാൻ തന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ്റെ ആമുഖം കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു, അച്ഛനിലും എന്നിലും ദൈവത്തിൻ്റെ ആത്മാവ് ഏകദേശം ഒരുപോലെയാണ് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് എനിക്കൊന്ന് തോന്നിപ്പോയി. വളരെ നന്ദി അച്ഛൻ്റെ നല്ല ചെറിയൊരു നുറുങ്ങ ആലോചനയ്ക്കും ദർശനത്തിനും വളരെ നന്ദി അച്ഛ. ഞാൻ വചനത്തിലേക്ക് പെട്ടെന്ന് കടക്കട്ടെ. ശുദ്ധമുള്ളവനായിരിക്കുന്ന മത്തായി ശ്ലീഹയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം, അതിന്റെ 36 മുതൽ താഴോട്ടുള്ള കുറച്ച് വാക്യങ്ങളാണ് ചിന്തയിലേക്ക് ഞാൻ എടുക്കുന്നത്. അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദൈപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്നു. ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എന്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവെ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. നാഴിക എടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പീൻ, നാം പോകാം. ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സുവിശേഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ കർത്താവ് ഗത്സമനിലേക്ക് അന്ത്യ അത്താഴത്തിന് ശേഷം തന്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരുമായിട്ട് ഗത്സമനിലേക്ക് പോയി അവിടെ പ്രാർത്ഥിക്കുന്നത് സുവിശേഷങ്ങളിലുണ്ട്. വ്യത്യസ്തമായിട്ട് അതിവിടെയൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മത്തായി ശ്ലീഹയിൽ അല്പം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു ചുരുങ്ങിയ ചിന്താവിഷയം അല്ലെങ്കിൽ നമ്മളെ ധ്യാനം എന്ന് പറയുന്നത് കർത്താവിന്റെ കാൽവറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രിയമുള്ളവരെ, കർത്താവ് അന്ത്യ അത്താഴം കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനും അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ആരെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. കർത്താവിന്റെ ഉറ്റ ശിഷ്യനായിട്ട്, കർത്താവ് ഏറ്റവും വിശ്വസിച്ച ഒരു ശിഷ്യനായിട്ട് 3 വർഷം കൂടെ നടന്ന ഒരു ശിഷ്യനാണ്. പക്ഷെ അവന്റെ പാഴായിപ്പോയ ഒരു ജീവിതമല്ലേ, അലസിപ്പോയ ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ട് യൂദാ മാറിപ്പോയി. അപ്പൊ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, എന്താണ്? ഐ വിഷ് ഹി വെർ നോട്ട് ബോൺ, അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യൂദായെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കർത്താവിനെ എല്ലാവരും കൂടെ പിടിച്ചു കെട്ടി പീലാത്തോസിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ചെല്ലുന്നുണ്ട്. പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവിന്റെ കുറ്റങ്ങളെല്ലാം അവർ ആരോപിക്കുന്നു. അത് കഴിയുമ്പോൾ പീലാത്തോസ് ഇതെല്ലാം കേട്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. ഒരു ചെറിയ ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞു. ബിഹോൾഡ് ദ മാൻ എന്ന് പറയുന്നു. യോഹന്നാൻ 19:5 പറയുന്ന ഒരു കാര്യമാണ്. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പീലാത്തോസിന് യേശു ഒരു മനുഷ്യനാണ്. മറ്റുള്ളവർക്കൊക്കെ, ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ യേശു ഒരു സാധാരണ മനുഷ്യനാണ്. കർത്താവിന്റെ അന്ത്യ അത്താഴം കഴിഞ്ഞ് കാൽവറിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം കർത്താവ് തികച്ചും 100% ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രമാണ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും. എല്ലാ കാര്യങ്ങളും പൂർണ്ണ മനുഷ്യനായിട്ട് മാത്രമാണ്. അപ്പോൾ പീലാത്തോസ് പറയുകയാണ്, ഇതാ മനുഷ്യൻ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ യേശുവിനെ പോലെ ഒരു നല്ല മനുഷ്യനാകുക, ഒരു നല്ല മനുഷ്യനെയാണ് പീലാത്തോസ് ജനത്തിന് കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചിന്താവിഷയം ഇത് തന്നെയാണ്. യേശുവിനെ പോലെ ഒരു നല്ല മനുഷ്യനായിട്ട് മാറണമെങ്കിൽ നമ്മൾ യേശുവിനെയും ക്രൂശിനെയും ധ്യാനിക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടിയൊക്കെ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി നമുക്ക് ചിന്തിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ, ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മളെപ്പോഴും ചിന്തിക്കും നമ്മളെയൊക്കെ മറ്റുള്ളവർക്ക് വലിയ ഇഷ്ടമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വലിയ താല്പര്യമുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ
നമ്മൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, വാട്ട് ഈസ് പോപ്പുലർ ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോപ്പുലർ. ധാരാളം പേര്, ജനതതി മുഴുവൻ 99% പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല, അത് പോപ്പുലറാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, ഒരു വ്യക്തി മാത്രം പറയുന്ന ഒരു കാര്യം എപ്പോഴും പോപ്പുലർ ആകണമെന്നുമില്ല, അതെല്ലാവരും അംഗീകരിക്കണമെന്നില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ നിസ്സഹായത നമ്മൾ എത്ര മറ്റുള്ളവരോട് പറഞ്ഞാലും മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ നമുക്ക് സമയം പാഴാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിശദീകരണം കൊണ്ടൊന്നും മറ്റുള്ളവരൊന്നും നമ്മളെ ഒരിക്കലും അംഗീകരിക്കണമെന്നോ ആദരിക്കണമെന്നോ ഒന്നുമില്ല. പീലാത്തോസ് യേശുവിന്റെ അടുക്കൽ വരുന്നു, അവനെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്തൊക്കെ നമുക്കറിയാം യേശു തമ്പുരാൻ ഓമനായിട്ടിരിക്കുക, ഒന്നും മിണ്ടുന്നില്ല. അച്ഛൻ ഇത് ഇപ്പോൾ തന്നെ ഒരു സന്യാസിയുടെ കഥ പറഞ്ഞതും അത് തന്നെയാണ്. ഓമനായിട്ടിരിക്കുന്ന യേശുവിനെ കാണുന്നത്. കാരണം എന്താ? കർത്താവിനറിയാം ഇനി എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോഴാണ് പീലാത്തോസ് രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ കൊണ്ടുവന്നു, ഇതാ മനുഷ്യൻ, അവനിൽ ഒരു കുറ്റം കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. കർത്താവ് മിണ്ടാതിരിക്കുന്നു. രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ബറാബാസ് എന്ന് പറയുന്ന ഒരു തടവുകാരനെ കൊണ്ടുവന്നു എന്നാണ്. അവനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ, ഈ വാസ് എ നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിട്ടൊന്ന് നിങ്ങൾക്ക് ആര് വേണം, നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അരമന മുറ്റത്ത് മുഴുവൻ നിറഞ്ഞു നിന്ന് ജനമെല്ലാം കൂടെ ഒറ്റ ശ്വാസത്തിൽ ഒരേ സ്വരത്തിൽ അലറി വിളിക്കുന്നത് ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ബറാബാസിനെ മതി എന്നാണ് പറയുന്നത്. എന്റെ ഒന്നാമത്തെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ലോകം ഒരു വല്ലാത്ത ലോകത്തിലാണ് ജീവിക്കുന്നത്. യേശുവിനേക്കാൾ ബറാബാസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിനെ പോലെയുള്ളവരെ ആരെയും ആവശ്യമില്ലാതെ ബറാബാസുമാരെ മാത്രം ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം. സത്യസന്ധതയുള്ള, കൈക്കൂലി വാങ്ങിക്കാതെ നീതിബോധമുള്ള ലളിത ജീവിതം നയിക്കുന്ന മനുഷ്യരെക്കാൾ ഫ്രോഡുകളെയും കൂട്ടിക്കൊടുപ്പുകാരെയും കള്ളന്മാരെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ സംഖ്യ ലോകത്തിൽ കൂടി വരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലോ. എന്നാൽ ഇതിന്റെ മധ്യത്തിലും നമുക്ക് യേശുവിനെ പോലെ ജീവിക്കാനായിട്ട് പറ്റണം. കാരണം യേശുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതല്ലാതെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് ഈസ് ഇറ്റ് പോസിബിൾ ടു ലീവ് ഡിഫറൻ്റ്ലി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇന്നുള്ള ഒരു ചിന്തയാകട്ടെ. മറ്റുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, യേശുവിനെ പോലെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പറ്റുമോ? ഞാൻ പെട്ടെന്ന് പറയാം, എനിക്ക് വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. ഈ പ്രസിദ്ധനായിരിക്കുന്ന ഒരു മലയാള സാഹിത്യകാരനുണ്ട്, സക്കറിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കഥയുണ്ട്, അന്നമ്മ ടീച്ചർ ഒരു ഓർമ്മക്കുറിപ്പ്. അപ്പോൾ അതിനകത്ത് ആ കഥയിലൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അന്നമ്മ ടീച്ചർ കുളിക്കടവിൽ മരിച്ചു കിടക്കുന്നു. ധാരാളം ആളുകൾ കുളിക്കടവിലേക്ക് ഒരുമിച്ച് കൂടി എന്നവിടെ പറയുന്നുണ്ട്. കഥയുടെ അവസാനം പറയുന്നതും അന്നമ്മ ടീച്ചർ മരിച്ചു, അത് അന്ന് ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണായിരുന്നു അന്നമ്മ. മാതാപിതാക്കൾ മരിച്ചുപോയി കഴിഞ്ഞ് ഇളയത്തങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. TTC വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി ഒരു ജോലിയായി. ഈ ഇളയത്തങ്ങളെ വളർത്തുവാനോ പഠിപ്പിക്കുവാൻ, അവരെ നല്ല നിലയിൽ എത്തിക്കുവാൻ ധാരാളമായിട്ട് കഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ മധ്യത്തിലും ഈ അന്നമ്മയ്ക്ക് ധാരാളം വേദനയുണ്ട്, നൊമ്പരമുണ്ട്, അവരുടെ ഏകാന്തത ജീവിതമുണ്ട്, നിസ്സഹായതയുണ്ട്. അപ്പോൾ സങ്കടമൊക്കെ വരുമ്പോൾ മറ്റുള്ള അനിയത്തിമാരും അനിയന്മാരും മറ്റുള്ളവരും അറിയാതിരിക്കാൻ വേണ്ടി അന്നമ്മ ടീച്ചർ എന്ത് ചെയ്യും? കുളിക്കടവിലേക്ക് തുണി കഴുകാനായിട്ടും കുളിക്കുവാനായിട്ട് കുളിക്കടവിലേക്ക് പോകും. അവിടെ ചെന്നിരിക്കുമ്പോൾ ഇവിടെ ഈ സക്കറിയ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറയുന്നത് യേശുവും അവിടെ വന്നിരിക്കും. അപ്പൊ ഉള്ളിലുള്ള സങ്കടമെല്ലാം യേശുവിനോട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം വേറെ എങ്ങും അവൾക്ക് പറയാൻ പറ്റുകയില്ല. ആരെങ്കിലും കേട്ടാൽ അതൊരു അപമാനമായിട്ട് മാറുമോ എന്ന് ചിന്തിച്ചിട്ട് അവൾ ഒരു വാക്ക് പോലും സെൻസർ ചെയ്യാതെ എല്ലാം യേശുവിനോട് തുറന്നു പറയുവാൻ അന്നമ്മ ടീച്ചർ ഈ കുളിക്കടവിനെ ഒരു ഗതസമനിയാക്കി മാറ്റിയെന്ന് സക്കറിയ തന്റെ കഥയിലൂടെ പറയുന്നുണ്ട്. ഇതാണ് ഒരിക്കൽ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന സുപ്രസിദ്ധ മനുഷ്യനും പറഞ്ഞല്ലോ, ഐ പ്രിഫർ ടു വാക്ക് ഇൻ ദ റെയിൻ സോ ദാറ്റ് നോ വൺ സീ മീ ക്രൈങ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഐ പ്രിഫർ ടു വാക്ക് ഇൻ ദ റെയിൻ സോ ദാറ്റ് നോ വൺ സീ മീ ക്രൈ. മഴത്തുള്ളികളുടെ ഇടയിൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം മഴ പെയ്യുമ്പോൾ ഞാൻ കരയുന്നത് മറ്റാരും കാണുകയില്ലല്ലോ എന്നാണ് ചാർലി ചാപ്ലിൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ദുഃഖ വെള്ളിയാഴ്ചയോട് അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ആശയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ, നമ്മൾ കർത്താവിനെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശുവിനെ പോലെ ജീവിക്കുവാൻ, യേശുവിനെ പോലെ പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് യേശുവിന്റെ പ്രതികരണമാണ്. നമുക്ക് ഒന്നാമത്തെ ചിന്തയിലേക്ക് വരാം. നമ്മുടെ വേദനകളിൽ നമുക്ക് വ്യത്യസ്തമായി പ്രതികരിക്കുവാൻ സാധിക്കുമോ? ഇന്നലെയും ഇന്നും ഒക്കെ കേൾക്കുന്നതുണ്ടല്ലോ, വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ്. ചെറുപ്പക്കാരുടെ മരണം, നനച്ചിരിക്കാതെ ക്യാൻസർ എന്ന രോഗം ബാധിച്ചു എന്നറിഞ്ഞ് ഭാരപ്പെടുന്നവരുടെ വിഷയങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കും വേദനകൾ ധാരാളമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പൊ നമ്മൾ കാൽവറിയിലേക്ക് ഒന്ന് വരുമ്പോൾ, ക്രൂശിലേക്ക് നോക്കുമ്പോൾ 3 മനുഷ്യരാ തൂക്കപ്പെട്ട് കിടക്കരുത്. കർത്താവ് ദൈവമാണെങ്കിൽ ആ സമയത്ത് അവൻ പൂർണ്ണ മനുഷ്യത്വമാണ് കാണിക്കുന്നത്. അതിൽ 2 പേരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവരുടെ വാക്കുകൾ കൊണ്ട് എല്ലാം അവർ മറ്റുള്ളവരെ പ്രാകുകയും അതുപോലെ തന്നെ ആക്രോശിക്കുകയും അരിശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ 2 പേരിൽ നിന്ന് കാണുമ്പോൾ, നമ്മൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായി തന്റെ വേദനയോടും വേദനിപ്പിച്ചവരോടും വളരെ വേറൊരു രീതിയിൽ പ്രതികരിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ വേദനകളിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുവാനായിട്ട് കഴിയുമോ? ഈസ് ഇറ്റ് പോസിബിൾ ഫോർ us to respond to the painful realities differently എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വേദനകളിൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? നമ്മൾ അരിശപ്പെടും, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും, നമുക്ക് എല്ലാത്തിനോടും കലിപ്പുണ്ടാകും, ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്നു, എല്ലാത്തിനോടും നമുക്ക് ഒരു വല്ലാത്ത നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്നു. നമ്മുടെ വേദനകളിൽ നമുക്ക് വളരെയധികം നമ്മുടെ ജീവിതം താറുമാറായി എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് കാൽവറിയിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ഒന്നാമത്തെ ചിന്ത, യേശുവിന് എങ്ങനെ വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുവാനായിട്ട് സാധിച്ചു? ഇതിന്റെ ഉത്തരമാണ് ഞാൻ ആദ്യം വായിച്ച വേദഭാഗം. പ്രിയമുള്ളവരെ, കുരിശിൽ കയറുന്നതിന് മുമ്പ് യേശു തമ്പുരാൻ ഗതസമന കയറി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഗതസമനയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കാരണം ഈ അന്നമ്മ ടീച്ചറിന്റെ കഥയിൽ സഖറിയ പറയുന്നതും അത് തന്നെയാണ്. അവിടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും കുളിക്കടവ് അവളൊരു ഗതസമനയാക്കി മാറ്റി. മനോഹരമായിട്ടുള്ള കോടികൾ ചെലവഴിച്ച ആൾത്താരകളൊന്നും അവൾക്കൊരു ഗതസമനയായിരുന്നില്ല. മറ്റുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളൊന്നും അവൾക്കൊരു ഗതസമനയായിരുന്നില്ല. എന്നാൽ ഏകാന്തതയിൽ കർത്താവ് വന്നിരുന്ന കർത്താവിനോട് തന്നെ തന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കുന്ന ഈ അന്നമ്മ ടീച്ചർ കുളിക്കടവിനെ തന്റെ ഗതസമനയാക്കി മാറ്റി എന്ന് ഇവിടെ സഖറിയ എഴുതി വെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഗതസമനയിലല്ലാതെ ഗതസമന ഒഴിവാക്കി ജീവിതത്തിന്റെ ക്രൂശാനുഭവങ്ങളെ, ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ നേരിടുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ക്രൂശിൽ തോറ്റുപോകുന്നത്. ഇത് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും തോറ്റുപോകുന്നില്ലേ? പല രീതിയിലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. കാരണം നമുക്ക് ഗതസമന ഇല്ലാതെ, ഗതസമന ഒഴിവാക്കി നമ്മൾ നീങ്ങുമ്പോൾ ക്രൂശിൽ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഇവിടെ ഗതസമനയിൽ ജയിച്ചവന് മാത്രമേ ക്രൂശിൽ ജയിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. കർത്താവ് ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഗതസമനെ ഒഴിവാക്കി കർത്താവിന് ഒരിക്കലും ക്രൂശിൽ വിജയിക്കുവാൻ പറ്റുകയില്ലായിരുന്നു. തന്റെ ശിഷ്യന്മാരെ, പ്രധാനികളായിട്ടുള്ളവരെ വിളിച്ചുകൊണ്ടാണ് കർത്താവ് പോയത്. ആരാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ നമ്മൾ പറയത്തില്ല, ബ്രോ എന്ന് പറയും. കർത്താവിന് ചോദിക്കാം, ബ്രോ എന്ന് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചങ്ക ആയിരിക്കുന്ന 3 പേരെ വിളിച്ചുകൊണ്ടാണ് കർത്താവ് അവിടെ പോയിരിക്കുന്നത്. പക്ഷെങ്കിൽ അവരോട് നിങ്ങൾ ഉണർന്നിപ്പോ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. തന്റെ വേദനയെല്ലാം ഈ സമയത്ത് നമ്മളവിടെ വായിക്കുന്നത് കർത്താവിന്റെ ആത്മഭാരം കൊണ്ട്, വേദന കൊണ്ട്, തന്റെ മുമ്പിലുള്ള പിറ്റേ ദിവസം അനുഭവിക്കാൻ പോകുന്ന അപമാനത്തെ ഓർത്ത്, കഷ്ടപ്പാടുകളെ ഓർത്ത്, വേദനയെ ഓർത്ത്, മരണത്തിനെയൊക്കെ ഓർത്തിട്ട് കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പിന് പകരമായിട്ട് നമ്മൾ കാണുന്നത് രക്തമൊഴുകി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. വലിഞ്ഞു മുറുകിയ പേശികൾ പൊട്ടി, ദി കാപ്പിലറീസ് ബിനീത്ത് ദി സ്കിൻ വെയർ ബ്രോക്കൺ ആൻഡ് ബ്ലഡ് സ്റ്റാർട്ടഡ് ടു യൂസ് ഔട്ട് ഓഫ് ദി സ്കിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാപ്പിലറികളെല്ലാം പൊട്ടി, രക്തക്കുഴലുകളൊക്കെ പൊട്ടി സ്കിന്നിന് അടിയിലുള്ളത്. എന്നിട്ട് അത് പുറത്തേക്ക് ഒഴുകുവാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ അല്പസമയം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. പിറ്റേ ദിവസം അവർ തോറ്റുപോകാതിരിക്കുവാൻ വേണ്ടി ഉണർന്നിന്ന് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം ഒറ്റി പറഞ്ഞ് ദുഃഖിതനായിട്ട് മാറിപ്പോയി.
പിന്നെ യാക്കോബും യോഹനാനും എല്ലാം ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഓടി മറിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഗെത്സമനിയിൽ തോറ്റ വ്യക്തികളായതുകൊണ്ട് പിറ്റേ ദിവസം കാൽവറിയുടെ ചുവട്ടിൽ അവർ തോറ്റുപോയി. എന്നാൽ ഗെത്സമനിയിൽ കർത്താവ് വിജയിച്ചത് കൊണ്ട് കാൽവറിയിൽ വിജയിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മുടെ പ്രതികരണം ഇതാകട്ടെ. എത്ര വലിയ ക്രൂശ് അനുഭവം വന്നാലും അതിന്റെ മുമ്പിൽ ഒരു ഗെത്സമനയുടെ അനുഭവം നമുക്ക് ഉണ്ടാകണം. ഏകാന്തതയിൽ ഭാരങ്ങളെ കർത്താവിനോട് പങ്കുവെക്കുന്ന ഒരനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടുക്കളയായിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം, കുളിക്കടവായിരിക്കാം, എവിടെ ആയിക്കട്ടെ, നമുക്കൊരു ഗെത്സമന ഉണ്ടെങ്കിൽ നമ്മുടെ ക്രൂശ് അനുഭവങ്ങളെ വിജയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. കർത്താവ് ഗെത്സമനെ ജയിച്ച മനുഷ്യനായതുകൊണ്ട് കർത്താവിന് ക്രൂശിൽ അതുപോലെ പെരുമാറാനായിട്ട് പറ്റി. കർത്താവ് വളരെ ശാന്തനായിരുന്നു, മറ്റുള്ള രണ്ട് കള്ളന്മാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. തുപ്പിയവരുണ്ട്, അടിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. പക്ഷേ അതൊക്കെ കേട്ടുകൊണ്ട് അവൻ റോമനെ പോലെ മൗനമായിട്ട് അവിടെ നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അരുതാത്ത ഒരു വാക്ക് പോലും കർത്താവ് അവിടെ പറയുന്നില്ല. ഗെത്സമനയിൽ നമ്മൾ തോറ്റുപോയാൽ കുരിശിൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് ദൈവസ്നേഹത്തിന് ചേരാത്ത വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകാതെ ഇരിക്കട്ടെ. രണ്ടാമത്തെ ആലോചന എന്ന് പറയുന്നത് യേശുവിനെ പോലെ ഒരു മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ വേദന സഹിക്കുക എന്നുള്ളതാണ്. വേദന സഹിക്കുവാനുള്ള കഴിവ് നമുക്കറിയാമല്ലോ. ഒരു ചെറിയ തലവേദനയോ പല്ലുവേദനയോ ഒക്കെ മൈഗ്രെയിനൊക്കെ വന്നാൽ പോലും താങ്ങാൻ പറ്റാത്ത മനുഷ്യരാണ് നമ്മൾ. പക്ഷേ കർത്താവ് അനുഭവിച്ച രണ്ട് വേദന ഞാൻ ഒന്ന് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിനെ ക്രൂശിൽ തൂക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല മനോഹരമായിട്ടുള്ള തുണിയൊക്കെ ഉടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു അണ്ടർവെയർ ഒക്കെ ഇട്ടുകൊണ്ടാണ് കർത്താവ് അവിടെ തൂങ്ങിക്കിടന്നെന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം പടത്തിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ റോമാക്കാർ ഒരുത്തനെ നിഷ്ഠൂരനായിട്ട് കണ്ട് അവനെ തൂക്കിക്കൊല്ലുമ്പോൾ പൂർണ്ണ നഗ്നനായിട്ടാണ് പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തന്റെ മാതാവിന്റെ മുമ്പിൽ, ശിഷ്യന്മാരുടെ മുമ്പിൽ, താൻ സൗഖ്യം കൊടുത്ത മനുഷ്യരുടെ മുമ്പിലെല്ലാം കർത്താവ് ഒരു പൂർണ്ണ നഗ്നനായിട്ട് തൂങ്ങിക്കിടക്കുമ്പോൾ എന്തോ ഒരു വലിയ അപമാനമാണ്, എന്തൊരു വേദനയാണ് കർത്താവിന് തന്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുമ്പോഴാണ് ഈ പടയാളികൾ വന്ന് വേദന അറിയാതിരിക്കാനുള്ള വേദന കുടിക്കാൻ കൊടുക്കുന്നത്. മറ്റുള്ള കള്ളന്മാര് രണ്ടുപേരും അത് കുടിച്ചപ്പോഴും കർത്താവ് അത് കുടിച്ചില്ല. കാരണം കർത്താവിനറിയാം ഇത് പിതാവ് അറിഞ്ഞു തന്ന ഒരു വേദനയാണ്. ദൈവം അറിഞ്ഞു തന്നൊരു വേദനയാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കർത്താവ് വിചാരിച്ചു ഈ വേദന ഞാൻ അനുഭവിച്ചേ പറ്റുകയുള്ളൂ, അതുകൊണ്ട് കർത്താവ് ആ വെള്ളം തട്ടിക്കളഞ്ഞു. അത് കർത്താവ് വേണ്ട എന്ന് വെക്കുകയാണ്. ഇഫ് യു നോ ദാറ്റ് യുവർ പെയിൻ ഇസ് ഗോഡ്സ് വിൽ, യു ക്യാൻ ബെയർ എനി പെയിൻ ഡിഫറently. ദൈവമാണ് നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും തന്നതെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് വേദനയും സഹിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. കർത്താവിനെ പൂർണ്ണ നഗ്നനായിട്ട് അവിടെ കിടക്കുമ്പോൾ അത് കർത്താവിനോട് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ള ഒരു വാണിംഗ് കൂടിയാണ് റോമാക്കാർ കൊടുക്കുന്നത്. കാരണം റോമാ സാമ്രാജ്യത്തിനെതിരായിട്ട് പടവെട്ടുന്ന എല്ലാവർക്കും കിട്ടാവുന്ന ഒരു വലിയ അപമാനവും മരണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് കർത്താവിനോടുള്ള വെല്ലുവിളിയാണ്. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ വെല്ലുവിളി എപ്പോഴും ഉണ്ട് നമുക്ക്, നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ഉണ്ട്. എപ്പോഴും ഈ പൊതുയോഗങ്ങളിലും മറ്റുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളിയൊക്കെ മറ്റുള്ളവരാണ്. ചിലരൊക്കെ അങ്ങ് തട്ടിക്കയറും. നിനക്കറിയാമോടാ ഞാൻ ആരുടെ എന്ന് നിനക്കറിയാമോ, ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നടാ, ഞാൻ SFIയുടെ നേതാവായിരുന്നു, KSUവിന്റെ നേതാവായിരുന്നു എന്നൊക്കെ തട്ടിക്കേറി വളരെ വളരെ രോഷമായിട്ട് പ്രതികരിക്കുന്നവരൊക്കെയാണ് നമുക്കറിയാം. കർത്താവിനെ വെല്ലുവിളിക്കുകയാണ്, നീ ഇഫ് യു ആർ ദി സൺ ഓഫ് ഗോഡ് കം ഡൗൺ, ഇഫ് പോസിബിൾ യു ക്യാൻ കം ഡൗൺ, യു ആർ ദി സൺ ഓഫ് ഗോഡ് എന്ന് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെങ്കിൽ ഈ വെല്ലുവിളിയൊന്നും കർത്താവ് അവിടെ ഗണിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ഇറ്റ് ഈസ് വെരി ഈസി ടു കം ഡൗൺ ഫ്രം ദ ക്രോസ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സ്റ്റേ ഓൺ ദി ക്രോസ്. ഇത് ജീവിതത്തിൽ ഒന്ന് തിരിച്ചറിയേണ്ട രണ്ടാമത്തെ ഒരു കാര്യമാണ്. It is very easy to avoid the cross, and it is very, very easy to come down from the cross. But whereas it is absolutely difficult to remain on the cross. ക്രൂശിൽ കടക്കാനാണ് പ്രിയമുള്ളവരെ പ്രയാസം. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരു പ്രയാസവും നമ്മുടെ തമ്പുരാനില്ലായിരുന്നു. കാരണം
തമ്പുരാൻ ക്രൂശിൽ നിന്ന് ഇറങ്ങിയാൽ ദി മിഷൻ വാസ് നോട്ട് അക്കംപ്ലിഷ്ഡ്. മിഷൻ പൂർത്തീകരിക്കുകയില്ല. അവൻ പാതി വഴിക്കിട്ട് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് കർത്താവ് ഈ വേദന തനിക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹി വാസ് റെഡി ടു റിമെയിൻ ഓൺ ദി ക്രോസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എന്തുമായിക്കൊള്ളട്ടെ, നമുക്കൊരു ക്രൂശ് ഉണ്ടെങ്കിൽ, ഗെത്സമനയിലൂടെ കടന്നുപോയവരാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെന്ന വചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒരു മരണസമയത്ത് ധാരാളം മനുഷ്യർ വെപ്രാളങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെങ്കിൽ കർത്താവിന്റെ മരണം ഒന്ന് നോക്കിക്ക്, എത്ര ശാന്തമായിട്ട്, പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമായിട്ട്. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡൈ ഡിഫറൻ്റ്ലി? ഇത് മൂന്നാമത്തെ ചിന്തയാണ്. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല പ്രത്യാശയോടുകൂടെ, നല്ല ഒരു പെർഫെക്ഷനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനുള്ള ഒരു ഒരുക്കം, ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു അന്ത്യം നമുക്കുണ്ടാകും. കർത്താവ് അതാണ് നമുക്ക് കാണിച്ചു തന്നത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സൃഷ്ടാവിന്റെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി സൂര്യൻ തന്റെ കിരണങ്ങളൊക്കെ മറച്ചു കളഞ്ഞു. കർത്താവിന്റെ മരണസമയമാണ്. നമ്മളവിടെ കാണുന്നത് എന്താണ്? ഇഫ് യു സക്സീഡ് അറ്റ് ദി ഗെത്സമേൻ, ഇറ്റ് ഈസ് പോസിബിൾ ടു ബിയർ എനി പെയിൻ. നമുക്ക് ശാന്തമായിട്ട് സമാധാനത്തോടുകൂടെ കടന്നു പോകുവാനായിട്ട് കഴിയും. ക്രൂരമായ ഒരു കൊലപാതകത്തിന് കേരളം സാക്ഷ്യപ്പെട്ടത് TP ചന്ദ്രൻ എന്ന ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നതാണ്. അയാളുടെ മുഖം തിരിച്ചറിയാതെ ദേഹം മുഴുവൻ വെട്ടി ഞുറുക്കി കളഞ്ഞു. പ്രിയമുള്ളവരുടെ, അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലേ രമ. ഇന്ന് അവരൊരു MLA ആണ്. നിയമസഭയിൽ അവളൊരു MLA ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയായിട്ട്. അവളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്ന് ഓർത്ത് നോക്കിക്കേ. എത്ര ക്രൂരമായിട്ടാണ് അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞത് ശത്രുക്കൾ എല്ലാവരും കൂടി. നമ്മുടെ വിശുദ്ധന്മാരെയൊക്കെ എത്രയോ പേര് തിളപ്പിച്ച എണ്ണയിൽ ഒഴിച്ച് അവരെ മുക്കിക്കൊന്നിട്ടില്ലേ ധാരാളം പേര്. പട്ടിണി കിടന്ന സിംഹത്തിന്റെ മുമ്പിലൊക്കെ എറിഞ്ഞു കൊന്നിട്ടില്ലേ? പക്ഷെ ശാന്തമായിട്ടല്ലേ ദൈവമക്കളൊക്കെ ആ മരണത്തിനെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയാണ് അവൻ മരണത്തിനെ ഏറ്റുവാങ്ങിയത്. കാരണം അവൻ തലേ ദിവസം തന്റെ പിതാവിനോടുള്ള തന്റെ സംസർഗത്തിൽ ഈ ക്രൂശ് മരണത്തെയും കാൽവറിയെയും ജയിക്കുവാൻ തക്കവണ്ണം തന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തി ആർജിച്ചവനാണ്. ഞാൻ എന്റെ വചനങ്ങൾ ഇവിടെ നിർത്തുകയാണ്. നമുക്കെല്ലാവർക്കും ക്രൂശ് ഉണ്ടല്ലോ. ക്രൂശ് ഇല്ലാത്തവരാരുണ്ട്? ക്രൂശ് മരണമില്ലാത്തവരാരുണ്ട്? വേദനയും പീഡനവും നമുക്കില്ലാത്തവരാരുണ്ട്? ഇന്നത്തെ ലോകത്തിൽ നമുക്കെല്ലാം ഉണ്ട് എന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ മുറിവുകളുണ്ട്, നൊമ്പരമുണ്ട്, മുള്ളുകളുള്ളവര്. അതൊക്കെ എല്ലാം പറയാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ ഒരു കാര്യത്തിന് നിശ്ചയമുണ്ട്. If you succeed at Gethsemane, definitely you will succeed on the cross. You should not come down from the cross. You can remain on the cross because you can overcome all the pain. If the pain is definitely God-given, God will also with you to overcome all your severe pain. ഇത് വചനം നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ശക്തീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വെള്ളിയാഴ്ച അനുഗ്രഹപൂർണമായിട്ട് മാറട്ടെ. ചുരുക്കമായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ നീണ്ടുപോയാൽ സമയം ഒത്തിരിയാകും. തന്ന നല്ലൊരു അവസരത്തിന് നന്ദി. എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. MMVS ശക്തീകരട്ടെ, പ്രാർത്ഥനാ ഗോപുരമായിട്ട് മാറട്ടെ. വീടിനും സഭയ്ക്കും ഇടവയ്ക്കും ഒക്കെ MMVS ഒരു പ്രാർത്ഥനാ ഗോപുരമായിട്ട് മാറട്ടെ. ഗെത്സമനയിലെ അനുഭവത്തിനെ മറക്കരുത് പ്രിയമുള്ളവർ. ഗെത്സമനയിൽ ജയിച്ചാൽ ഉറങ്ങിപ്പോകാതെ വിജയിക്കുന്നവന് മാത്രമേ കാൽവറിയിലും ജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവ് കാണിച്ചു തന്നത്. മറ്റുള്ളവരെ പോലെ നമുക്ക് പ്രതികരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കർത്താവ് പ്രതികരിച്ചതുപോലെ അവൻ ഊമനായിട്ടിരുന്നാലും അവന് വേദന സഹിച്ചാലും മറ്റുള്ളവരെ പരിഹസിക്കാതെ നിന്ദിക്കാതെ ദൈവം തന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്റെ മിഷൻ അതാണെന്ന് തിരിച്ചറിഞ്ഞ് വിജയിച്ചതുപോലെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നമുക്ക് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. അച്ഛൻ പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് അച്ഛൻ ഓർമ്മിപ്പിച്ചത്. ഈ കാലം ബറബാസിനെ ആദരിക്കുന്ന കാലമാണ്. കർത്താവിനെ കുരിശിക്കുകയും ബറബാസിനെ ഞങ്ങളുടെ കൂടെ വിട്ടുതരികയും ചെയ്യണമെന്ന് ആക്രോശിക്കുന്നവരുടെ കാലമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ കൂടാൻ ആളുകളുണ്ടെന്നാണ്. അതിൻ്റെ കൂടെ ആളുകൾ കൂടുതലും.
ഇങ്ങനെയുള്ള ആക്രോശങ്ങളുടെ കൂടെയാണ് ആളുകൾ കൂടുതലുള്ളത്. അത് നീതിയും ന്യായവും സത്യസന്ധതയും എവിടെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരുടെ ഒരു ലോകം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാൻ നമുക്ക് സാധിക്കും? ഈ ബഹളത്തിനിടയിൽ നമ്മൾ എങ്ങനെ ഒറ്റപ്പെട്ട് ഒഴുക്കിനെതിരെ നീന്തി ജീവിക്കാൻ കഴിയും? അച്ഛൻ വളരെ കൃത്യമായി ഓർമ്മിപ്പിച്ചു, കുരിശിൽ തന്നെ സ്ഥിതി ചെയ്യണമെങ്കിൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കുരിശ് വഹിക്കുക ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കുരിശില്ലാതെ അവനെ പിൻഗമിക്കുക എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് യെരൂശലേംകാരായ സ്ത്രീകളോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ ചൊല്ലി കരയെ, നിങ്ങളുടെ തോളിൽ ഞാൻ കുരിശ് കാണുന്നില്ല. എന്നെ ചൊല്ലി നിങ്ങളാരും കരയണ്ട, നിങ്ങളുടെ തോളിൽ കുരിശ് കാണുന്നില്ല. അതുകൊണ്ട് കുരിശില്ലാതെ അവനെ അനുഗമിക്കണ്ട. അതുകൊണ്ട് തോളിൽ കുരിശ് എപ്പോഴും ഉണ്ടാവണം, ഉണ്ട് എന്നുള്ള ബോധ്യവും ഉണ്ടാവണം. അത് നമ്മുടേതായ ഒരു ഗതസമന എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? അത് ഏതിടമായാലും ആ ഇടങ്ങൾ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ ഗത്സമനയായി മാറ്റാനുള്ള ഒരു അനുഭവം നമുക്കുണ്ടാവണം. അത് ഏത് അനുഭവമാകട്ടെ, ഏത് ഇടങ്ങളിലും ആകട്ടെ, നാം ഇരിക്കുന്ന ഇടം, നാം വസിക്കുന്ന ഇടം എല്ലാം ഗത്സമനയായി മാറണം. അങ്ങനെയെങ്കിൽ നമുക്ക് കുരിശുകൾ വഹിക്കാനുള്ള ബലം നമുക്കും കിട്ടും. ഏത് വലിയ കുരിശ് വന്നാലും, ഏത് വലിയ കഷ്ടതകൾ വന്നാലും, സൗഖ്യത്തിന്റെ അനുഭവം കുരിശിലൂടെ നേടുവാൻ, സമാധാനം കുരിശിലൂടെ നേടുവാൻ നമുക്ക് കഴിയും. അതിനെ സഹിക്കാനുള്ള ശക്തി ദൈവം നമ്പുരാൻ നമുക്ക് നൽകും. കുരിശിനെ ഒഴിവാക്കാനല്ല, കുരിശിനെ മറികടക്കാനുള്ള ശക്തിയാണ് ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ടത്. അതിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. കുരിശുകൾ ഒരിക്കലും ഒഴിവാകുകയില്ല, അത് ഒഴിവാക്കേണ്ട കാര്യവുമല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കുരിശ്. ആ കുരിശ് കൃത്യമായി അതിനെ വഹിക്കാനും അതൊരു സാക്ഷ്യമായി മാറാനും കഴിയണം. നമ്മുടെ സങ്കടങ്ങളും വേദനകളും മറ്റുള്ളവർക്കൊരു പ്രചോദനമായി ദൈവത്തോട് അടുക്കാനും ആ കൃപ ലഭിക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യമായി മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സാക്ഷികളായി തീരുന്നത്. ആ സാക്ഷ്യം അനുഗ്രഹീതമായി നിർവഹിക്കുവാൻ നമുക്കും ഇടയാവണം. പ്രിയപ്പെട്ട അച്ഛൻ്റെ വാക്കുകളെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ ശുശ്രൂഷയിൽ ദൈവം നമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ വളരെ ശക്തമായ ആ വാക്കുകൾക്ക് MMBSന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ MMBSന്റെ കോൺഫറൻസ്, അതിനെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഒക്ടോബർ മാസം 8 മുതൽ 11 വരെ നമ്മുടെ കാലിഫോർണിയ LA പള്ളിയിലാണ്. അത് രജിസ്ട്രേഷൻ ഫോം എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്, അതിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം പൂർത്തീകരിച്ച് നൽകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ എല്ലാവരും ഓർമ്മിപ്പിക്കട്ടെ. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നു വരുന്നു. ഇനി നമ്മുടെ സാന്നിധ്യമാണ് നമുക്കവിടെ ആവശ്യം. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കാലിഫോർണിയ പള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ LA പള്ളി അവർ കഷ്ടപ്പെട്ട് അത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം, നമ്മുടെ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. അത് രണ്ടും നമുക്കുണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ഒരുപോലെ ഉറപ്പാക്കണം എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ദൈവം നമ്പുരാൻ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കോൺഫറൻസിന്റെ വിജയത്തിനായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം. എല്ലാ പ്രാർത്ഥനകളിലും, നമ്മുടെ എല്ലാ ഇടവകളിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കർത്താവ് അച്ഛനിലൂടെ നമുക്ക് തന്ന മെസ്സേജിന് ജോസഫ് അച്ഛനെയും കുടുംബത്തെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു. കുടുംബത്തെയും അച്ഛനെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ക്രിസ്തീയ പൈതലിന്റെ അവകാശമാകുന്നു സഹനം. വായ്കൊണ്ട് പറയുന്നത് പോലെ എളുപ്പമല്ല ജീവിതം എന്ന് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം പകരുവാനും, അവിടെ മാത്രം പകരുവാനും, കണ്ണുനീർ മറ്റുള്ളവർ കാണാതെ മഴയത്തും കരയുവാനും, ദൈവസന്നിധിയിൽ പകർന്ന് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം ആ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ പകർന്ന് കർത്താവിന്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിച്ച് നിത്യതയിലെത്തുവാനും സമാധാന പുരുഷന്മാർക്കുള്ളൊരു നല്ല അവസാനം പ്രാപിപ്പാനും
നമ്മളെ ഒക്കെ സഹായിക്കണമേ എന്ന് പേഴ്സണൽ പ്രെയർ മാത്രമല്ല, ആരാധനാലയങ്ങളിൽ പോയി മാത്രമല്ല, ഇതുപോലെ കൂട്ടായ്മകളിൽ ഒരുമിച്ചിരുന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച് ഇടയാക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. പ്രാർത്ഥനയുടെ സമയമാണല്ലോ. നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി, ബഹുമാനപ്പെട്ട അച്ഛന്മാർ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി നമ്മോട് സംസാരിച്ച വചനങ്ങൾ അല്പസമയത്തേക്ക് മാത്രം അത് കേട്ട് നമുക്കിപ്പോൾ തന്നെ ഇതെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന ആഗ്രഹത്തോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, നമ്മൾ കേട്ട വചനങ്ങൾ പൂർണ്ണമായും പൂർണ്ണ സമർപ്പണത്തോടുകൂടി ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ തരണമേ. പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബാവാതിരുമേനിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയെ നയിക്കാനുള്ള പരിശുദ്ധാത്മ ശക്തി തിരുമേനിക്ക് കൊടുക്കണമേ. മാറിവാനിയസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. ദേവസ്വസിനെ നടത്തിക്കൊണ്ടു പോകാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. എല്ലാ അഭിവന്യ അച്ഛന്മാരെയും സമർപ്പിക്കുന്നു. കൊച്ചുമ്മമാരെ, സ്മാർത്തമറിയം സമാജം ഭാരവാഹികളെ, സിസ്റ്റർമാരെ, ദേറ പട്ടക്കാരെ, ഓരോ ഇടവക പുരോഹിതന്മാരെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച പോലെ സ്മാർത്തമറിയം സമാജം ആനുവൽ കോൺഫറൻസിനെ സമർപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹപ്രദം ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു. ആൾട്ടർ ബോയ്സിനെ സമർപ്പിക്കുന്നു. ഈ വന്നു പാർക്കുന്ന ദേശത്തെ, വിട്ടുവന്ന ദേശത്തെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടന്ന് 250 വർഷം പൂർത്തിയാക്കിയ ഈ ദേശത്തെ, വന്നു പാർക്കുന്ന ദേശത്തെ ഭരണാധികാരികളെ ഒക്കെയും ദൈവാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ പുതിയതായി ഏറ്റ എല്ലാ ഭരണാധികാരികളെയും ദൈവകൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിയുടെ സമാധാനം, തലകൾ വണക്കിയിരിക്കുന്ന ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെയും, ഇടവക, സഭ, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെയും സമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ മക്കളെയും, അഭിഷിക്തരെയും അതുപോലെ തന്നെ അൽമായരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൈങ്ങോലി അച്ഛൻ, ബിസി വർഗീസ് അച്ഛൻ, നിമ്മി വർഗീസ് കൊച്ചമ്മയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രീത, കുര്യനച്ചായൻ, ദേവ്, ഇവാൻ, നീന, ബാബു, ജിനു, ഐഡ, അജോ, ഇവരെല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ വേദന, മാനസികമായ വേദന, എല്ലാവരും കർത്താവെ അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം കൊടുക്കണമേ. വചനം അയച്ച് കർത്താവ് സൗഖ്യം കൊടുത്ത് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രൊക്ലെയിം ചെയ്ത് സൗഖ്യം പ്രാപിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചത് മുതൽ കിട്ടിയിട്ടുള്ള എല്ലാ റിക്വസ്റ്റുകളും ദൈവസന്നിധിയിൽ വഹിക്കുന്നു. ബർത്ത്ഡേസ് ആയിരുന്ന എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജാനിസ്, അമ്മു, റെജി, ചമ, മറിയ, ഗ്രേസ്, എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന സാമച്ചൻ, കൊച്ചമ്മ, ജേക്കബൻ അച്ചമ്മ ഓർക്കുന്നു. ഓർഡിനേഷൻ ആനിവേഴ്സറി ആയിരുന്ന യാക്കൂബ് ബേബി അച്ഛനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോലി കിട്ടാതെ ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ബുദ്ധിമുട്ടുള്ള ഗീത, ജോലിയിൽ ഇപ്പോൾ പ്രവേശിച്ച് ലയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജെറിയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട അനേകരുണ്ട്. ജോലി സ്ട്രെസ് അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പുതിയതായിട്ട് ഓൾട്ടർ ബോയ്സ് ആയ അവരെ ഡേവിഡ്, ജിൻസൺ, ജോജോ, ഡാൻ, ഓൾട്ടർ ബോയ്സ് ആയിരിക്കുന്ന അഖിൽ, ആൽവിൻ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സെമിനറിയൻസ് ആയ ജിതിൻ, ജോയ്, ഏബൽ, വിന്നി, ഇവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്ന അശ്വിൻ, ഷീന, ഫിൽ, റിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഷിജോ, ക്രിസ്റ്റലിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ
ജേർണി ചെയ്യുന്ന എല്ലാവരും, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന, രാത്രിയിൽ അധ്വാനിക്കുന്നവരെ, കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന മക്കളെ ഓർത്ത്, കടലിലും മറ്റും ജോലി ചെയ്യുന്നവരെ എല്ലാം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജനറേഷനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഭാവി എന്തെന്നറിയാത്ത കുഞ്ഞുങ്ങൾ, ഇന്റർനെറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ അടിമയായി പോയ മക്കള്, എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന രണ്ട് അഭിമാരുണ്ട്. ദിയയെ ഓർത്ത്, ദിയ മേരി ജോണിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാമിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മകൾ, 2 ആൻമാര്, എലിസബത്ത്, ലോറൻസ്, ആൽബിറ്റ്, ഹാന, കരോളിൻ, മേഘ, ഫേബ. വിവിധ ടെസ്റ്റുകൾ എഴുതിയും ഭാവി എന്താന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നവർ, കൂദാശകളില് പ്രാധാന്യം കൊടുക്കാതെ വേദപുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും ആരാധനയിൽ സംബന്ധിക്കാനും ഒക്കെയും വിമുഖത കാണിക്കും നമ്മുടെ മക്കൾ, കുഞ്ഞുങ്ങൾക്ക് ഓർത്ത് പ്രത്യേകമായി കണ്ണീരോടെ പ്രാർത്ഥിക്കാം. അവർ വിശുദ്ധീകരിക്കപ്പെടുന്ന പോലെ നാം വിശുദ്ധീകരിക്കപ്പെടുവാനിടയാണെന്ന് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ വളരെയധികം വിഷമം അനുഭവിക്കുന്ന അനേകം മക്കളുടെ പ്രയർ റിക്വസ്റ്റുകളുണ്ട്. ഡിവോഴ്സായ മക്കള്, സൂയിസൈഡ് ചെയ്ത് ടെൻഡൻസിയുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തില് കൊച്ചു കുഞ്ഞുങ്ങൾ സഫർ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. പല സ്വഭാവ വിശേഷങ്ങള്, അവരുടെ പലവിധത്തിലുള്ള ഈ കാലിക പ്രാധാന്യമുള്ള പല സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട്, ഈഗോ പ്രശ്നങ്ങള് ഒക്കെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മക്കള് എല്ലാവരെയും തിരുസന്നെ സമർപ്പിക്കുന്നു. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വയ്യാത്ത ദുഃഖം അനുഭവിച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്നവരെ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളില് മറ്റുള്ളവരെ കൊന്നുകളയാൻ മടിക്കാത്ത ലോകം, അപ്പനമ്മമാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ ഒക്കെയുള്ള കുടുംബങ്ങളുടെ പ്രയാസങ്ങള് ദൈവം തമ്പുരാനെ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ, ക്രിസ്ത്യാനികളായ പീഡ അനുഭവിക്കുന്നവരെ, നാച്ചുറൽ കലാമിറ്റീസിൽ വിഷമിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാരുണ്യ നിലയം, ആശ്രയ, ഹന, ശാലയും ഈ സംഘടനകളെ, അൾസമേഴ്സ് ഡിമെൻഷ്യ ഉണ്ട്, വിഷമിക്കുന്ന മക്കളുണ്ട്, ജീവിതത്തിന്റെ അന്ത്യത്തോടെ അടുക്കുന്നവരുണ്ട്. കർത്താവെ, സമാധാന പുരുഷന്മാർക്കുള്ള നല്ല അവസാനം കൊടുക്കുവാൻ, അവരുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കടന്നു പോകുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ഉള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗിഫ്റ്റി, എലീഷുബ, മെലീസ, ഷാരൻ ഇവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളുണ്ട്. ഫെബ, അതേപോലെ തന്നെ പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന സോഹൻ, ടെറേസ, മിന്നു, താര, ടിജാറ്റീന, ധാരാളം മക്കളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ജാനിസ്, ജെഫി, ജെനി, ജെസി, ജിനോ, ജൂഡിത്ത്, ജൂലിയറ്റ്, ജ്യോതി, കൊച്ചുമോൾ, ദീപകൊച്ചമ്മ ഇവരെല്ലാവരെയും സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു. പുതുതായി പ്രത്യേകം ന്യൂ അറൈവലായ ഓറീലിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വാങ്ങിപ്പോയ മക്കളെ ക്രിസ്തനെ സമർപ്പിക്കുന്നു. ജോളി, ശോഭ, സാറ ജോൺ, ഐഷ, എലിസബത്ത്, അലക്സ്, വൈദ്യൻ, എല്ലാ അഭിഷിക്തരും അൽമായരുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആത്മാക്കൾ, അവരെ ഓർത്ത് ദുഃഖിക്കുന്നവരെ ആത്മാക്കൾ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനാഥർ, വിധവമാർ, ഭാര്യർ ഇവരെ സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ജീന ഷിബു ആണ്. ആ മകളെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജീന, പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. Dear Heavenly Father, we thank you for this day. We thank you for this time of prayer. We thank you for gathering us together in all different places in this country and out of this country, O Lord, and for bringing us together to call upon your name. Father God, we praise you for this good message we heard, for this time of prayer, for everything that we have, the songs we heard, the Bible readings that we heard. There is none like thee, O God.
There is none like thee. You are the King of kings and Lord of lords. You are the sovereign God, and there is none like you. Your word says in Isaiah, before me no God was formed, nor will there be one after me. There is none like thee. And we are privileged to be called your children. We are privileged to be able to pray to you, to call upon you, and you hear us, God. You hear us just like the lady who was talking to you, her heart out, Lord, when she was washing her clothes. We come to you in our different places and we pour out our hearts to you. Hear, O God, hear, O God. We have many petitions, Lord Jesus. Hear, Almighty God, from heaven, and hear and come down to us, Father. Lord, we pray, Father, we pray that you send your Holy Spirit in great might upon us, that you change our hearts, Lord, that our hearts get lightened with the fire of the Holy Spirit, and we be like you, Jesus, just like you were silent when you were facing humiliations, when you were facing so many things upon that cross, Lord. You were naked, you were quiet, they were hitting you, your creation was humiliating you, yet you uttered not a word. Like you, Jesus, clothe us with your meekness, with your strength to keep our mouth shut when we're supposed to keep it shut, to answer when we're supposed to answer. Give us that wisdom from above, oh God. Lord, we pray for the different prayer requests, Lord Jesus. We pray for the Bhavatirumeni of our Sabha. We pray for all the bishops and priests of our Sabha, Lord, the newly ordained priests, the existing priests, all of them, Father. Cover them with your blood, Lord Jesus. Fill them with your Holy Spirit and guide them. Lead them to be the right shepherds for our churches, Lord, to guide the people under them, Lord. Let the sheep not scatter, Lord. Give the priests and the bishops, Lord, your wisdom to guide the flock towards you, Jesus. Lord, this is your church, Lord. Before you went up, Lord, you handed the reins of your church to the bishops and the priests. So, Lord, you give them. Let them be shepherds after your own heart to lead these churches, Lord, in your great might, Father God. Lord, we pray. We pray for all those who are sick, all those who are sick whom we know, who have cancer, who have dementia, who have Alzheimer's, have had surgeries. Lord, please cover them with your precious blood and heal them. Lord, we pray for all those who are going through a lot of mental troubles, those who have job issues, those who are struggling in their jobs, those who are having different issues, Lord, especially the children who are having suicide tendencies, mental issues, peer pressures. Lord, we pray that you cover these people with your precious blood. Heal them who are sick, those who are seeking jobs. We pray that you open the doors for them, Father. Make a way in the wilderness, rivers in the desert. There is none like you, and there is nothing impossible for you. Make opportunities to come before them. Let doors open for them, Father God. Let those who have lost their jobs get jobs soon. Let those who are finding difficulty to find jobs find jobs soon. Let those who are finding it difficult to continue in their jobs be able, just like you, Lord, not to come down from the cross, but to stay on the cross, Lord Jesus, and to continue in that suffering and to win at Calvary, to win in their different crosses that they face. Lord, we pray again, Lord Jesus, for all our children in all the different age groups, Father God, all through this Sabha, Lord Jesus. We pray, even in this country, Lord, that you cover them with your precious blood. You have a plan for them, a plan to prosper them, not to harm them. They are your children, your princes and your princesses, because you are their Father God. You are the King. Then they are your children, Lord Jesus. So we pray, Father God, that you cover them with your blood, that you help them to know they are your children, their identity. Let them know who they are, God, and let them rise up out of the peer pressure, out of the drugs, the drinking, the smoking, the suicide tendencies, the mental issues, whatever issues they're going through, Lord. Let them say no to that, Lord. And Lord, you heal them. If they need healing, heal them, and let them be more than conquerors through Christ who strengthens us, Father God. Let them overcome the peer pressures, the drinking, smoking, drugs, wrong relationships, immoral living. Protect their tongue from doing wrong. Protect them from speaking wrong things, swearing, bad language, all kinds of the Western or
Western culture's influences. Deliver them from all wickedness, Lord. And let these children be like your saints, filled with your Holy Spirit, and walk in your love and walk in your might, Lord, according to your word. Lord, rise up our children as an army for you, an army of saints. Oh God, we pray for our entire Sabbath, Lord. Lord, let the strife stop. Let the politics stop. Let the confusion stop, Lord. Lord, let the people instead kneel and pray. Kneel down and pray. Repent for their sins and be holy unto you in all that they speak, think, and do. Lord, let them keep you first. Let them keep Gethsemane first. Let them keep prayer as a priority, O God, and return to you and return to your word, O Lord, and be filled with your Holy Spirit. Lord, fill all of us with your Holy Spirit so we can change to be more and more like you. Lead us, guide us, and bless us. In the name of the Father, the Son, and the Holy Spirit, we pray. Amen. Amen. The love of God the Father, grace of the only begotten Son, the fellowship and indwelling of the Holy Spirit be with us all forever and ever. Amen. Amen. Preeta. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന വിജയകരമായി നടത്തുവാൻ കൃപ നൽകിയ സർവശക്തനായ ദൈവത്തിന് സർവമഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. അതുപോലെ ഇന്നത്തെ യോഗത്തിന് നേതൃത്വം നൽകിയ എബിയച്ചൻ വളരെ ഷോർട്ടായിട്ടാണെങ്കിലും നമുക്ക് നല്ലൊരു മെസ്സേജ് തന്ന, നമ്മുടെ നാവിനെ എങ്ങനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടുമെന്നൊരു മെസ്സേജ് തന്ന എബിയച്ചനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. തിരുമേനിയുടെ കാര്യം പറയാൻ മറന്നുപോയി. അസാന്നിധ്യത്തിലും പ്രാർത്ഥനയോടുകൂടി നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന മറിവാനിയോസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ദൈവവചനം പങ്കുവച്ച് നമ്മെ ആത്മീയമായി ശക്തിപ്പെടുത്തിയ ഹാമച്ചനോട് ഉള്ള നന്ദിയും, എവിടെയും നമുക്ക് ഗെത്സമന ഒരുക്കാം എന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങളെ മനസ്സിലാക്കി തന്ന അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗാന ശുശ്രൂഷയിലൂടെ, വേദപുസ്തകം വായനയിലൂടെ, പ്രാർത്ഥനയിലൂടെ എല്ലാം നമ്മളെ ദൈവ സാന്നിധ്യത്തിലേക്ക് നയിച്ച നമ്മുടെ ഇന്നത്തെ പ്രെയർ നടത്തിയ സെന്റ് ഗ്രിഗോറിയോസ് അംഗങ്ങളായ മോളി കൊച്ചമ്മ, ലിസി, പ്രിയ, ഷൈനി, ജീന ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ MMVS ഭാരവാഹികളായ സെക്രട്ടറി ഷിനി, ട്രസ്റ്റി ഷീന ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ നോട്ട് ദ ലീസ്റ്റ് അറ്റ് ദ ലാസ്റ്റ് നമ്മുടെ എലിസബത്ത് ആൻറ്റി എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ഈ ഒരു പ്രാർത്ഥന വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടിലൂടെയും എന്നിട്ടും ആൻറ്റി എല്ലാം നല്ല ചിട്ടയോടുകൂടി ക്രമീകരിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഇത് നടത്താൻ ദൈവം ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആൻറ്റിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ സഹകരിച്ച എല്ലാവരോടും, ഗ്രിഗോറിയോസിന്ന് ഒരു ഫോണിൽ കൂടെയാണ് 3-4 പേര് സഹകരിച്ചു. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 92-93 ആളുകൾ എല്ലായിടത്തുനിന്നും കൂടെ ഇന്നുണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനകളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും തുടർന്നും അനുഭവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സാന്നിധ്യത്തിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരെയും ഇക്കൂട്ടത്തിൽ നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം. നന്ദി.